everyone. നമ്മളിന്ന് ഫസ്റ്റ് സെം MSc മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു ഡെഫിനിഷൻ പിന്നെ അതിൻ്റെ തിയറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പറയണം നോക്കാം. ഇഫ് എക്സ് ഈസ് എ മെട്രിക് സ്പേസ്, എക്സ് എന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. ആൻഡ് ഇഫ് ഇ സബ്സെറ്റ് എക്സ്, ഇ എന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ആൻഡ് ഇഫ് E dash denote the set of all limit points of E in X. X എന്ന സെറ്റിനകത്തെ ഇയുടെ ലിമിറ്റ് പോയിന്റുകളുടെ കൂട്ടത്തിനാണ് നമ്മൾ ഇ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെന്താണ് ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ആൻഡ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ഇ ഇൻ എക്സ്. എക്സിനകത്തുള്ള ഇ എന്ന സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റുകളുടെ കൂട്ടത്തിന് നമ്മൾ ഇ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇ ക്ലോഷർ ഈസ് ഈക്വൽ ടു ഇ യൂണിയൻ ഇ ഡാഷ്. ഓക്കെ, അതായത് ഒരു സെറ്റും ആ സെറ്റിനകത്തെ ലിമിറ്റ് പോയിന്റ്സിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഒരു ക്ലോഷർ എന്ന് പറയാം. അപ്പോൾ ഈ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റും ആ സെറ്റിനകത്തെ ലിമിറ്റ് പോയിന്റുകളുടെയും യൂണിയനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ സെറ്റ് if E is a subset of X and E dash denote the set of all limit points of E, then the closure of E, that is E closure, is equal to E union E dash. അതായത് E bar അത് നമ്മൾ വായിക്കുക E closure എന്നാണ്. ഈയുടെ മുകളിലൊരു ബാർ ഇട്ടാൽ E closure. Okay, E closure means E union E dash. ഒരു സെറ്റും അതിൻ്റെ ലിമിറ്റ് പോയിന്റ്സിൻ്റെയും യൂണിയനെയാണ് നമ്മൾ എന്താ പറയുക, ഈ ക്ലോഷർ എന്ന് പറയാം. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ഒരു തിയറാണ്. ഇഫ് എക്സ് ഇസ് എ മെട്രിക് സ്പേസ്, എക്സ് ഒരു മെട്രിക് സ്പേസ് ആണ്. ആൻഡ് ഇ സബ്സെറ്റ് എക്സ്, ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് ഇ ക്ലോഷർ ഈസ് ക്ലോസ്ഡ്. എവറി ക്ലോഷർ ഓഫ് സെറ്റ് ഈസ് ക്ലോസ്ഡ്. ഏത് സെറ്റിൻ്റെയും ക്ലോഷർ എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. രണ്ടാമത്തത് ഇ ഈക്വൽ ടു ഇ ക്ലോഷർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് ക്ലോസ്ഡ്. അതായത് ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ഇ ഈക്വൽ ടു ഇ ക്ലോഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു ഇ ക്ലോഷർ ആവുകയാണെങ്കിൽ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. മൂന്നാമത്തത് ഇ ക്ലോഷർ സബ്സെറ്റ് എഫ് ഫോർ എവറി ക്ലോസ്ഡ് സെറ്റ് എഫ് സബ്സെറ്റ് എക്സ് സച്ച് ദാറ്റ് ഇ സബ്സെറ്റ് എക്സ്. അതായത് ഇ എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ക്ലോസ്ഡ് സെറ്റ് എഫ് എടുത്താലും, ഇനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ക്ലോസ്ഡ് സെറ്റ് എഫ് എടുത്താലും ഈ ക്ലോഷറും എഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ സബ്സെറ്റ് എഫ് ഇംപ്ലൈസ് ഈ ക്ലോഷർ സബ്സെറ്റ് എഫ്. എപ്പോൾ ഈ എഫ് ഈസ് ക്ലോസ്ഡ്, എഫ് എന്തായിരിക്കണം, ക്ലോസ്ഡ് ആവണം. എഫ് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റാണ് എഫ് എങ്കിൽ ആ സെറ്റ് ആരെയും കൂടി കണ്ടെയ്ൻ ചെയ്യും, ഈ ക്ലോഷനെയും കൂടി കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, അതിൽ ചെറിയൊരു കൺക്ലൂഷൻ കൂടി പറയാണ്. ബൈ എ ആൻഡ് സി ഈ ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ദാറ്റ് കണ്ടെയ്ൻ സി. ഓക്കെ, അതായത് ഈ ക്ലോഷർ എന്നുള്ളത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്ൻ ഇ. ഇ എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സബ്സെറ്റ് ഏതായിരിക്കും, ഇ ഡാഷ്, ഈ ക്ലോഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇ എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഈ ക്ലോഷർ ആയിരിക്കും. ഇതാണ് നമ്മളെ ഇതിൻ്റെ ഒരു റിമാർക്ക്. ഇനി എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ നമുക്ക് പ്രൂവ് ചെയ്യാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഈ ക്ലോഷർ ഈസ് ക്ലോസ്ഡ്. അല്ലേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, പ്രൂവ് ചെയ്യേണ്ടത് we have to prove that ഈ ക്ലോഷർ ഈസ് ക്ലോസ്ഡ്. ഈ ക്ലോഷർ ക്ലോസ്ഡ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ഇഫ് പി ബിലോങ്സ് ടു എക്സ്, പി എന്നത് മെട്രിക് സ്പേസിനകത്തൊരു എലമെൻ്റ് ആണ്. ആൻഡ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഈ ക്ലോഷർ. ഓക്കെ, പി എന്നത് എക്സിനകത്തുണ്ട് പക്ഷെ അവിടെ ഇല്ല,
ഈ ക്ലോഷറിനകത്തില്ല എന്നർത്ഥം. വിച്ച് ഇംപ്ലൈസ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ യൂണിയൻ ഇ ഡാഷ്. സിൻസ് കാരണം എന്തുണ്ടാ, ഇ യൂണിയൻ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ക്ലോഷർ. അപ്പോൾ പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഈ ക്ലോഷർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ യൂണിയൻ ഇ ഡാഷ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആൻഡ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ്. ഒരു യൂണിയനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് രണ്ട് സെറ്റിനകത്തും ഇല്ല അല്ലേ. യൂണിയൻ ഉണ്ടാവുന്ന വെച്ചാൽ ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. അപ്പോൾ പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ യൂണിയൻ ഇ ഡാഷ് മീൻസ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആൻഡ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ്. ഓക്കെ, സോ വി ഗെറ്റ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ്. പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ് മീൻസ് പി ഇ ഡാഷിനകത്തില്ല. വാട്ട് ഈസ് ഇ ഡാഷ്? ഇ ഡാഷ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ഇ അല്ലേ. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ഇ. ഇയുടെ ലിമിറ്റ് പോയിന്റ്സ് സെറ്റ് ചെയ്യണം നമ്മൾ ഇ ഡാഷ് എന്ന് പറയാം. പി ഇ ഡാഷിനകത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം വിച്ച് ഇംപ്ലൈസ് പി ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ. പി എന്നത് ഇയുടെ ലിമിറ്റ് പോയിന്റ് അല്ല. പി എന്നത് ഇയുടെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയണമെങ്കിൽ പിയുടെ ഏത് നൈബർഹുഡിനകത്തും ഇക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടാവണം അല്ലേ. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുണ്ട് പി ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ്. പി എന്തല്ല? ലിമിറ്റ് പോയിന്റ് അല്ല. അതായത് പിയുടെ എല്ലാ നൈബർഹുഡിനകത്തും ഇക്കകത്ത് എലമെന്റ്സ് ഉണ്ടാവണം എന്നില്ല അല്ലേ. അതിനർത്ഥം ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് ഓഫ് പി. പിയുടെ ഒരു നൈബർഹുഡ് ഉണ്ട് സച്ച് ദാറ്റ് വിച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഇ. ഓക്കെ, അപ്പോൾ പി ഇ യൂണിയൻ ഇ ഡാഷിനകത്തില്ല. അതായത് പി ഇക്കകത്തുമില്ല, പി ഇ ഡാഷിനകത്തില്ല. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റ്സിന്റെ സെറ്റാണ്. അപ്പോൾ പി ലിമിറ്റ് പോയിന്റ്സിന്റെ സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം പി ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ. പി എന്നത് ഇയുടെ ലിമിറ്റ് പോയിന്റ് അല്ല. ഒരു എലമെന്റിനെ ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ എന്ന് പറയണമെങ്കിൽ അതിന്റെ ഏത് നൈബർഹുഡിനകത്തും ഇക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം അതർ ദാൻ പി. പി അല്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പി ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ പിയുടെ ഏതോ ഒരു നൈബർഹുഡിനകത്ത് ഇക്കകത്ത് എലമെന്റ്സ് ഇല്ല. അതായത് നമുക്ക് പറയാൻ പറ്റും ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് ഓഫ് പി വിച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഇ അല്ലെ. കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. വിച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഇ. ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല പറഞ്ഞാൽ അത് എവിടെ ഉണ്ടാവുക? അത് ഇ ഡാഷ് കോംപ്ലിമെന്റിനകത്തുണ്ടായിരിക്കും, ഈ കോംപ്ലിമെന്റിനകത്തുണ്ടായിരിക്കും. സോ you can say that which implies there exists a neighborhood of p. p യുടെ ഒരു നൈബർഹുഡ് ഉണ്ടായിരിക്കും such that n is properly contained in ഇ ഡാഷ് കോംപ്ലിമെന്റ് അല്ലേ. ഇവിടെ ഇക്കകത്തുമില്ല ഇ ഡാഷിനകത്തുമില്ല അല്ലേ. അപ്പോൾ അത് ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ പിയുടെ ഒരു നൈബർഹുഡ് ഇയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല പറഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? അത് ഇ ഡാഷ് കോംപ്ലിമെന്റിലാണ് ഉണ്ടായിരിക്കുക. വിച്ച് ഇംപ്ലൈസ് പി എന്നൊരു സെറ്റ് എടുത്തു, അല്ല പി എന്നൊരു എലമെന്റ് എടുത്തു, അതിന്റെ ഒരു നൈബർഹുഡ് കംപ്ലീറ്റ് ആയിട്ട് എവിടെ ഉണ്ട്? ഇ ഡാഷ് കോംപ്ലിമെന്റിനകത്തുണ്ട് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? which implies P is an interior point of E dash complement. ഒരു പോയിന്റിന് ഇന്റീരിയർ പോയിന്റ് ഓഫ് ഇ എന്ന് പറയണമെങ്കിൽ അതിലെ ആ എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് പ്രോപ്പർ ആയിട്ട് അവിടെ ഉണ്ടാവണം, ആ സെറ്റിനകത്ത് ഉണ്ടാവണം. അപ്പോൾ പിനെ ഇന്റീരിയർ പോയിന്റ് ഓഫ് ഇ ഡാഷ് കോംപ്ലിമെന്റ് എന്ന് പറയണമെങ്കിൽ പിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കണം?
ഇ ഡാഷ് കോംപ്ലിമെന്റിനകത്തുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് n ഓഫ് p such that n is properly contained in E dash complement. That means there exists a neighborhood of P which lies in E dash complement. E dash complement അകത്ത് ഒരു നൈബർഹുഡ് ഉണ്ട് പിക്ക്. അതായത് പി എന്നത് എന്താണ്? ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ഇ ഡാഷ് കോംപ്ലിമെന്റ് ആണ്. അപ്പം നമ്മൾ പി എന്നത് ഒരു ആർബിട്രറി എലമെന്റ് എടുത്ത് അല്ലേ, നമ്മൾ എന്താണ് പി ബിലോങ്സ് ടു എക്സ് എടുത്തു. ഇറ്റ്സ് എൻ ആർബിട്രറി എലമെന്റ്. ആർബിട്രറി എലമെന്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിനകത്ത് ഏത് എലമെന്റ് എടുത്താലും അതൊരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് ഇ ഡാഷ് കോംപ്ലിമെന്റിന്റെ. വിച്ച് ഇംപ്ലൈസ് ഇ ഡാഷ് കോംപ്ലിമെന്റിന്റെ ഏത് എലമെന്റ് എടുത്താലും അതെന്താണ്? ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ദർഫോർ ഇ ഡാഷ് കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ. ഒരു സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെന്ന് വെച്ചാൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്പൺ എന്ന് പറയാൻ പറ്റും. ഇ ഡാഷ് കോംപ്ലിമെന്റ് ഓപ്പൺ ഇംപ്ലൈസ് ഇ ഡാഷ് ഈസ് ക്ലോസ്ഡ്. ഇ ഡാഷ് കോംപ്ലിമെന്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ഡാഷ് ക്ലോസ്ഡ് എന്ന് കാണിക്കണം. ഇ ഡാഷ് ക്ലോസ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പി എന്നത് എക്സിനകത്ത് ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു. ഇഫ് പി ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ്, സോ ഇ കോംപ്ലിമെന്റ് സോറി പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ക്ലോഷർ എന്ന് എടുത്തു. പി ഇ ക്ലോഷർ അറിഞ്ഞത്തില്ല. ഇ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ യൂണിയൻ ഇ ഡാഷ് ആണ്. അപ്പോൾ പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ യൂണിയൻ ഇ ഡാഷ്, which implies P does not belongs to E and P does not belongs to E dash. P does not belongs to E dash means P is not a limit point of E, because E dash is the set of all limit points of E. E dash എന്നുള്ള set of all limit points of E ആണ്. P E dash നകത്തില്ല പറഞ്ഞാൽ P is not a limit point of E. That is, there exists a neighborhood of P which does not intersect with E. By the definition of limit point, P is said to be a limit point of E. P നെ ഈയുടെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയണമെങ്കിൽ every neighborhood of P contains at least one point of E other than P. P അല്ലാത്ത ഈക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. അതായത് every neighborhood of P must intersect with E. ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണം. ബട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പിക്ക് എന്തുണ്ട്? ഒരു പി ലിമിറ്റ് പോയിന്റ് അല്ല. അതായത് ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ്. അല്ലെ, ഏതും എല്ലാ ലിമിറ്റ് പോയിന്റും ഇന്റർസെക്ട് ചെയ്യണം. അല്ല, ഓപ്പോസിറ്റ് എന്തുണ്ടാവും? ദർ എക്സിസ്റ്റ് വൺ നൈബർഹുഡ് ഓഫ് പി വിച്ച് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഇ. ഇയുമായി ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് നൈബർഹുഡ് ഓഫ് പി സച്ച് ദാറ്റ് എൻ സബ്സെറ്റ് E dash E closure complement. E closure complement നകത്തുണ്ടായിരിക്കും. കാരണം എന്താണ്? അത് ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണില്ല. ഇയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണില്ലെങ്കിൽ അത് എവിടെ ഉണ്ടാവും? ഇ സബ്സെറ്റ് എൻ സബ്സെറ്റ് ഇ ക്ലോഷർ കോംപ്ലിമെന്റ് നകത്തുണ്ടായിരിക്കും. അപ്പോൾ പി എന്നത് ഇന്റീരിയർ പോയിന്റ് ഓഫ് ഇ ക്ലോഷർ കോംപ്ലിമെന്റ് ആണ്. പി ഒരു ആർബിട്രറി എലമെന്റ് ആണ്. പി ആർബിട്രറി എലമെന്റ് ഓഫ് ഈ ക്ലോഷർ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് ഈ ക്ലോഷർ കോംപ്ലിമെന്റിനകത്ത് ഏത് എലമെന്റ് എടുത്താലും അതൊരു ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ക്ലോഷർ കോംപ്ലിമെന്റ് എന്നുള്ളത് ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ക്ലോഷർ ഇസ് എ ക്ലോസ്ഡ് സെറ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഈസ് ക്ലോസ്ഡ്. തിരിച്ചും പഠിച്ചിട്ടുണ്ട് എ സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ. അത് വെച്ചിട്ട് ഈ ക്ലോഷർ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ ഈ ക്ലോഷർ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇഫ് പി ബിലോങ്സ് ടു എക്സ് ആൻഡ് പി ഡസ് നോട്ട് ബിലോങ്സ് ടു ഈ ക്ലോഷർ, then P is neither a point of E nor a limit point of E. Hence P has a limit point. P has a neighborhood which does not intersect E. The complement of E closure is therefore open. Hence E closure is closed. ഇതാണ് ഫസ്റ്റ് പാർട്ട്. നമുക്ക് രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് we have to prove that E is equal to E closure if and only if E is closed. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. E is equal to E closure implies and implied by E is closed. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെടുത്തു?
First, let if E is equal to E closure. We have E closure is closed. E closure is closed by first part. A part പ്രകാരം നമുക്ക് എന്തറിയാം E closure ഒരു closed set ആണ്. And given that E is equal to E dash, E closure means E is a closed set. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻ പ്രൂവ് ചെയ്തു. E is equal to E closure എന്നെടുത്തു. E closure is closed set നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് E is equal to E closure is closed, that is E is a closed set. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് E is closed. Let E is closed. E എന്നത് closed ആണ്, which implies every limit point of E belongs to E. അല്ലേ? ഒരു സെറ്റ് ക്ലോസ് എന്ന് പറയുകയാണെങ്കിൽ ആ സെറ്റിനകത്ത് എല്ലാ ലിമിറ്റ് പോയിന്റ്സും ആ സെറ്റിനകത്ത് ഉണ്ടാണ്. അപ്പോൾ എവറി ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ ബിലോങ്സ് ടു ഇ ഇംപ്ലൈസ് ഇ ഡാഷ് സബ്സെറ്റ് ഇ. അല്ലേ? ഏത് ലിമിറ്റ് പോയിന്റുകളും ഇക്കകത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റുകളുടെ സെറ്റ് എന്നത് ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ഇ ഡാഷ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ, വിച്ച് ഇംപ്ലൈസ് ഇ ഡാഷ് യൂണിയൻ ഇ ഇസ് ഈക്വൽ ടു ഇ. നമുക്കറിയാം എ സബ്സെറ്റ് ബിയും എ സബ്സെറ്റ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി ആയിരിക്കും, വലിയ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇ ഡാഷ് സബ്സെറ്റ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഇ ഡാഷ് യൂണിയൻ ഇ പറഞ്ഞാൽ എന്ത് കിട്ടും? വലിയ സെറ്റായ ഇ കിട്ടും. സോ വി ഗെറ്റ് ഇ ഡാഷ് യൂണിയൻ ഇ ഇസ് ഈക്വൽ ടു ഇ implies E dash union E. അതിന് നമ്മൾ എന്താ പറയുക? E closure. E closure is equal to E. This is the second part. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ രണ്ട് കേസാണ് പ്രൂവ് ചെയ്തത്. എന്ത് ചെയ്തു? E is equal to E dash എന്ന് എടുത്തു. നമുക്ക് E is equal to E closure എന്ന് എടുത്തു. E closure ഒരു ക്ലോസ്ഡ് സെറ്റാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് E എന്നത് ക്ലോസ്ഡ് സെറ്റാണ്. രണ്ടാമത്തെ എന്ത് ചെയ്തു? കോൺവേഴ്സിൽ E is a closed set എന്ന് എടുത്തു. E is closed means every limit point of E belongs to E. That is, the set of all limit points of E is a subset of E. That is, E dash is a subset of E. Therefore, E dash union E is equal to E. E dash union E നമ്മൾ പറയുന്നത് E closure, which means E closure is equal to E. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. Okay. If E is equal to E dash by A implies that E is closed, and if E is closed then E dash is subset of E. Then by the definition of closure we have E closure is equal to E. Then the third part, suppose if F is closed, if F is closed and F is a closed set and E subset F, it's our assumption. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? E subset F and E is closed implies E closure subset F എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove that E closure is a subset of F എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചൂസ് ചെയ്തു? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. So we let F is closed and E subset F, which implies F is closed means F dash subset F. നമ്മൾ നേരത്തെ പറഞ്ഞു a set is said to be closed if every limit point of the set belongs to that set. That's every limit point of F belongs to F. That means the set of all limit points of F is a subset of F. That is, F dash is a subset of F. And given E subset F implies
ഇ ഡാഷ് സബ്സെറ്റ് എഫ് ഡാഷ്. രണ്ട് പുറത്ത് നമ്മൾ ലിമിറ്റ് പോയിന്റ്സ് എടുത്താൽ ഇ സബ്സെറ്റ് എഫ് ആണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇയുടെ ലിമിറ്റ് പോയിന്റ്സിൻ്റെ സെറ്റ് എഫിൻ്റെ ലിമിറ്റ് പോയിന്റ് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഫ്രം ദീസ് ടു we get E dash subset F dash and F dash subset F, which implies E dash subset F dash subset F, which implies E dash is the subset of F, and we have E subset F. Therefore E union E dash is a subset of F, which implies E closure is a subset of F. ഇത്രേ ചെയ്യണുള്ളൂ. ഒന്നിന് പറയാം. നമ്മൾ എന്ത് എടുത്തു? F is a closed set and E subset F എടുത്തു. F is closed means every limit point of F belongs to F, that is F dash is a subset of F. Given E subset F, therefore E dash subset F dash. Combining these two, we get E dash subset F dash and F dash subset F implies E dash subset F dash subset F, that is E dash is a subset of F. And given E subset F, therefore their union E union F is a subset of F, which implies E union E dash is E closure, therefore E closure subset F. That is, if F is a closed set containing E, then E closure is also a subset of F. That is, E closure is the smallest closed set containing E. E closure is the smallest closed set containing E. Thank you.